കോട്ടയം മണർകാട് 4 വയസ്സുകാരന്റെ വയറ്റിൽ കണ്ടെത്തിയ ലഹരി പദാർത്ഥം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മരുന്നിൽ നിന്ന് എന്ന് പോലീസ്. ആശുപത്രിയിൽ സ്കാനിംഗ് സമയം നൽകിയ മരുന്നിൽ നിന്നാണ് ലഹരി പദാർത്ഥം കുട്ടിയുടെ ഉള്ളിൽ എത്തിയതെന്നാണ് കണ്ടെത്തൽ. സ്കൂളിൽ നിന്ന് കഴിച്ച ചോക്ലേറ്റിൽ നിന്ന് കുട്ടിയുടെ ഉള്ളിൽ ലഹരി എത്തിയെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചിരുന്നു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, സ്കൂളിൽ കൊടുത്ത ചോക്ലേറ്റ് അതാണ് ഈ കുട്ടിയുടെ പ്രശ്നത്തിന് കാരണം. കുട്ടിയിലേക്ക് ലഹരി ആ തരത്തിൽ എത്തി എന്നുള്ള സംശയമായിരുന്നു മാതാപിതാക്കൾക്കുണ്ടായിരുന്നത്. ഏതായാലും അങ്ങനെ അല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കുട്ടിയെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്, എന്താണ് സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന ചിത്രം. ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് കോട്ടയം മണർകാട് സ്വദേശികളുടെ മകനായിട്ടുള്ള 4 വയസ്സുകാരനെ ഇത്തരത്തിൽ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. അബോധാവസ്ഥയിലാകുന്ന രീതിയിലൊക്കെ കുട്ടി മാറിയിരുന്നു. അതിനുശേഷം കുട്ടിയുടെ രക്ഷിതാക്കൾ ഇത്തരത്തിൽ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ ലഹരി പദാർത്ഥം കുട്ടിയുടെ ഉള്ളിലെത്തിയതാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആരോപിച്ചുകൊണ്ട് പോലീസിനും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണർകാട് പോലീസ് കഴിഞ്ഞ ദിവസം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയായിരുന്നു. അതിനുശേഷം ഇന്ന് ഈ കുട്ടിയെ പരിശോധിച്ചിട്ടുള്ള കോട്ടയത്തെ ICH ആശുപത്രിയിലും അതോടൊപ്പം തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലുമൊക്കെ എത്തി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു. അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള പരിശോധനകൾ കൂടി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ നിന്നല്ല ലഹരി പദാർത്ഥം ഉള്ളിലെത്തിയത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. പകരം കൊച്ചിയിലെ ആശുപത്രിയിൽ കുട്ടിക്ക് MRI സ്കാനിങ് നടത്തിയിരുന്നു. ആ സമയം ഈ MRIക്ക് കയറ്റുന്നതിന് മുന്നോടിയായിട്ട് സെഡേഷന് വേണ്ടിയിട്ട് കുട്ടിക്ക് കുത്തിവയ്പ് എടുത്തിരുന്നു. ആ കുത്തിവയ്പ്പിൽ നിന്നാണ് ഈ ലഹരി പദാർത്ഥം, ആ മരുന്നിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പദാർത്ഥമാണ് ഈ ബെൻസോഡയാസിപ്പൈൻ എന്ന് പറയുന്നത്. അതാണ് കുട്ടിയുടെ ഉള്ളിലെത്തിയതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ ഈ ചോക്ലേറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി പദാർത്ഥം ഉള്ളിലെത്തിയത് എന്നുള്ളത് ആരോപിച്ചുകൊണ്ട് വലിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള ആരോപണം സ്കൂളിനെതിരെയും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഈ ബെൻസോഡയാസിപ്പൈൻ എന്ന് പറയുന്നത് മരുന്നിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അത് ചില ആൾക്കാർ ഈ ഉറക്കത്തിനായിട്ടൊക്കെ ഉപയോഗിക്കും. ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൂടിയിട്ടാണ്. ഇതിൻ്റെ അംശം കുട്ടിയുടെ ഉള്ളിൽ എത്തിയത് കൊണ്ടാണ് കുട്ടിക്ക് ഇത്തരത്തിൽ അബോധാവസ്ഥ ഉണ്ടാകുകയും ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. അതേസമയം ആശുപത്രിയിൽ നിന്നാണ് കുട്ടിയുടെ ശരീരത്തിലേക്ക് ലഹരി എത്തിയത് എന്നുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു. ആശുപത്രി അധികൃതരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? 4 വയസ്സുകാരന്റെ ശരീരത്തിൽ ലഹരി എത്തിയത് ചോക്ലേറ്റിൽ നിന്നല്ല എന്നാണ് കണ്ടെത്തൽ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ MRI സ്കാനിങ്ങിനായി എത്തിച്ചിരുന്നു. അവിടെ മരുന്ന് നൽകിയപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ ലഹരി പദാർത്ഥം എത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. നേരത്തെ സ്കൂളിനെതിരെ ആരോപണമുയർത്തി രക്ഷിതാക്കൾ രംഗത്ത് വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് പോലീസ് വിശദമായി കാര്യം പരിശോധിച്ചത്. അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് സ്കൂളിൽ നിന്നല്ല പറ്റിയിരിക്കുന്നത്, ആശുപത്രിയിൽ നിന്നാണ് എന്നുള്ള കാര്യം.